ഹലോ, അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഒരു ബീഫ് ഫ്രൈൻ്റെ, അതായത് തിക്ക് ഗ്രേവിയിൽ വരുന്ന ഒരു ബീഫ് ഫ്രൈൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പട്ട, പൂവ്, ഏലക്കായ, പെരുംജീരകം, നല്ല ജീരകം, ഇതൊക്കെ കൂടെ മിക്സിയിലിട്ട് അടിച്ചത് നമ്മൾ പാത്രം വെച്ച് എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് വാടി വരുമ്പോൾ ഉള്ളിയിടാം. വേറൊരു കുക്കർ എടുത്തിട്ട് അതിൽ ബീഫ് നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, മീറ്റ് മസാല, ഗരം മസാല, വെളിച്ചെണ്ണ, വെള്ളം ഇതൊക്കെ കൂടെ ചേർത്ത് നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വേണ്ടി വയ്ക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളി ഇവിടെ വാടി കിട്ടും. കുക്കറിൽ 4 വിസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഓഫ് ചെയ്യേണ്ടതാണ്. ഓവർ വേവേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതാ നമ്മൾ ഉള്ളിയിലേക്ക് നോക്കുമ്പോൾ ഉള്ളി നന്നായിട്ട് വാടണം. അതായത് നമ്മൾ ആകെ 2 ഉള്ളിയേ ഉള്ളൂ എടുത്തിട്ടുള്ളത്. അപ്പം നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞിട്ട് അത് നന്നായിട്ട് വാടാനുള്ളൊരു സമയം കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ മീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടാകും. അങ്ങനെ ഉള്ളി ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് തക്കാളീൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അതായത് 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ആ 2 തക്കാളി പേസ്റ്റ് ആക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് കുക്കായിട്ട് വരുമ്പോൾ അതിനൊരു ഒരു പുത്തൽ മണം മാറി കിട്ടുമ്പോൾ അതിലേക്ക് നമ്മുടെ മീറ്റ് ചേർത്ത് കൊടുക്കുക. നമ്മൾ അതിലേക്ക് മുളക് പൊടി, അതേപോലെ തന്നെ അതിലേക്ക് നടുവിൽ എണ്ണ വന്നിട്ടുള്ള ഭാഗത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഉള്ളിയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്, അതായത് ഒരു 4 വിസിൽ വരെ നമ്മൾ വരുത്തിയിട്ടുണ്ട് ഈ ഒരു ബീഫിന്. അങ്ങനെ ഈ ബീഫ് നമ്മൾ അതിലേക്ക് തട്ടി കൊടുക്കുക. ഓവർ കുക്കായി കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് നല്ല ഹാർഡായിപ്പോകും. അപ്പോൾ ഒരു 4 വിസിൽ അത് മതി. അത് ബാക്കി നമുക്ക് നമ്മുടെ ഈ ഒരു ഇതിൽ കിടന്നിട്ട്, മിക്സിയിൽ കിടന്നിട്ട്, അതായത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന ഉള്ളിയിൽ കിടന്നിട്ട് അത് വെന്തോളും. അങ്ങനെ നമ്മുടെ മീറ്റിന് നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അവിടെ വയ്ക്കാം. തുറന്ന് വയ്ക്കാം, മൂടി വെക്കാനായിട്ടില്ല. അതിന് ശേഷം ആ മിക്സിലേക്ക് നമ്മൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടതാണ് ഗരം മസാല, അതേപോലെ തന്നെ മീറ്റ് മസാല. അത് രണ്ടും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഈ ബീഫ് വേവിക്കാൻ വേണ്ടി വെക്കുമ്പോൾ അതിൽ കുരുമുളക് പൊടിയാണ് കൂടുതൽ ഇടേണ്ടത്. കുറച്ച് മുളക് പൊടി ഇട്ടതിന് ശേഷം സ്പൈസ് കൂടുതൽ വേണ്ടത്, നമുക്ക് ആ ഒരു ഫ്ലേവർ കൂടുതൽ വേണ്ടത് കുരുമുളക് പൊടിൻ്റെയാണ്. അങ്ങനെ അതും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കറിവേപ്പില, മല്ലിച്ചപ്പ്, അതേപോലെ തന്നെ പുതിനയില, ഇത് 3 കൂടെ കഴുകിയിട്ട് ചെറിയ കഷ്ണമാക്കിയതിന് ശേഷം അത് അതിലിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് അതിന് കുറച്ച് സമയം കുക്ക് ചെയ്യാൻ ഇട്ടതിന് ശേഷം അത് കുക്ക് ആവുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ പോയിട്ട് നമ്മൾ കുരുമുളക് പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത ശേഷം ഫുൾ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് അതിൽ വെള്ളം ഉണ്ടാവണം. മൂടി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ഉണ്ടാവണം. ആ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് അത് മൂടി വയ്ക്കും. മൂടി വെച്ച് അതിനവിടെ വെച്ചതിന് ശേഷം 10 മിനിറ്റിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ബാക്കിയുള്ള വെള്ളം നമ്മൾ ഡ്രൈ ആക്കി എടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ്. ഇതെൻ്റെ ഓൺ റെസിപ്പിയാണ്. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ എനിക്കറിയുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. ഈ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കുറച്ചും കൂടെ നമ്മൾ മീറ്റ് മസാലേൻ്റെയും അതുപോലെ ആ ഒരു ഗരം മസാല, മീറ്റ് മസാല സാധനങ്ങളുടെയൊക്കെ ഈ ഒരു ഫ്ലേവർ ഈ മീറ്റിലേക്ക് പിടിച്ചിട്ട് നമ്മുടെ ഒരു മീറ്റിൻ്റെ ഒരു സ്മെല്ല് വരാണ്ട് അസാധ്യ ടേസ്റ്റാണത്. അതെ, ടേസ്റ്റ് മാത്രമല്ല, നമുക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്. നമുക്കിതാ ഇങ്ങനെയാണ് നമ്മുടെ കറി കിട്ടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.